ഹലോ ഗായ്സ്, ലക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കി മോളുടെ ആദ്യത്തെ കുത്തിവയ്പ്പാണ്. അങ്ങനെ 1.5 മാസമായി. 1.5 മാസമല്ല, ഇവർക്ക് ഇന്ന് ഒരു 50 ദിവസമായി. 45-ൻ്റെ അന്ന് 1.5 മാസം കറക്റ്റ് ആകുമ്പോൾ, അതായത് 6 ആഴ്ച ആകുമ്പോൾ നമ്മൾ കുഞ്ഞിന് കുത്തിവയ്പ്പ് എടുത്തിരിക്കണമെന്നാണ്. എങ്കിലും 7 ആഴ്ച ആയിരുന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എല്ലാ വെനസ്ഡേ ആണ് കുത്തിവയ്പ്പ് ചെയ്യുന്നത് പിള്ളേർക്ക്. അപ്പം ഞാനത് അവൾക്ക് 45 തികഞ്ഞത് വ്യാഴാഴ്ച ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അടുത്ത ബുധനാഴ്ച വന്നാൽ മതി, കുഴപ്പമില്ല, 7 ആഴ്ചയായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ വാവേനെ വെട്ടിക്കാൻ കൊണ്ട് പോവാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സമ്മർ സീസണാണ്. പിന്നെ രാത്രി ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ പകൽ ഭയങ്കര ചൂടുമാണ് നമ്മുടെ ഇവിടെയൊക്കെ. നമ്മളെ ചെടികളൊക്കെ ആണെങ്കിൽ എല്ലാവരും ചോദിച്ചു നമ്മളെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കും. നമ്മളെ ഗാർഡൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, എല്ലാം പോയി. എല്ലാം ചൂട് സമയത്താണ് തോന്നുന്നു കടലാസ് ചെടിയൊക്കെ പൂക്കുന്നത്. പൂവ് ഇച്ചിരി ഉണ്ട്, പക്ഷെ കരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ചെടികൾക്ക് വെള്ളമില്ലെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിലിപ്പോൾ ചെടിയൊക്കെ കരിഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ ആയിത്തീരും. പിന്നെ നമ്മുടെ ശ്രദ്ധ കുറവുണ്ട്. പറഞ്ഞില്ലേ, ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഇതിനെയൊന്നും പരിപാലിക്കാനുള്ള ഒന്നും സമയം കിട്ടിയില്ല. ഇനിയൊന്ന് വേണം അതിനെയൊക്കെ ഒന്ന് പാവമില്ലേ രക്ഷപ്പെടുത്തിയെടുക്കുക. സീസണിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ഒരു സൺസ്ക്രീനും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സൺസ്ക്രീന് നമ്മൾ എന്താ പറയുക, ഫേസ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വേറെ ഒന്നുമില്ല, മാമ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഇപ്പം പലരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയൊക്കെ തന്നെ ചില സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസിലൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫാരം പോലെയും പിന്നെ വൈറ്റ് കാസ്റ്റ്, അതാണ് സഹിക്കാൻ പറ്റത്. വൈറ്റ് കാസ്റ്റ്, അതിൻ്റെ പുറത്ത് കുറച്ച് പൗഡറും കൂടി ഇടുമ്പോഴത്തേനും ഭയങ്കര ഒരുമാതിരി വെള്ളപ്പുതുങ്ങളൊക്കെ കണക്കിനിരിക്കും. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഏത് സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യണം, ഏത് ബ്രാൻഡാണ് നല്ലത്, അതൊന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. എനിക്കും ആ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മാമ എർത്ത് ആകുമ്പോൾ നമുക്കത് വിശ്വസിച്ച് യൂസ് ചെയ്യാവുന്നതും പറ്റും. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, മാത്രമല്ല ഇത് നോ വൈറ്റ് കാസ്റ്റ് ആണ്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൂര്യാഘാതത്തിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. മാത്രമല്ല നമുക്ക് ഡെയിലി ഒരു എക്സ്ട്രാ ഗ്ലോ തന്നെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് കിട്ടും. നല്ലൊരു അടിപൊളി സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് പലർക്കും ഈ ബ്രാൻഡിനെ പറ്റി അറിയായിരിക്കും, മാമ എർത്തിനെ പറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല SPF 50 ആൻഡ് PA++++ ഉപയോഗിച്ച് ഈ സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിനും വൈറ്റ് കാസ്റ്റ് ഇല്ലാതെ മതിയായ സൺ പ്രൊട്ടക്ഷനും നൽകുന്നു. വൈറ്റമിൻ സി യൂസ് ചെയ്ത് നിർമ്മിച്ച സൺസ്ക്രീൻ സ്കിന്നിന് തിളക്കം നൽകുകയും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിൽ മഞ്ഞളിൻ്റെ ഗുണം അടങ്ങിയതുകൊണ്ട് സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന ഡാമേജായ സ്കിന്നിനെ സുഖപ്പെടുത്തുകയും സ്കിന്നിൻ്റെ സ്വാഭാവിക തിളക്കം പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല ഇത് നോൺ സ്റ്റിക്കും ലൈറ്റ് വെയ്റ്റും ആണ്. അത് കൊഴുപ്പ് അവശിഷ്ടങ്ങളില്ലാതെ പെട്ടെന്ന് തന്നെ അബ്സർവ് ചെയ്യുന്നു. ഈ വേനൽക്കാലത്ത് സൺസ്ക്രീൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ സ്കിന്നിന് ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ, സൂര്യതാപം എന്നിവയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ ചർമ്മത്തിന് അകാല വാർദ്ധക്യത്തെയും തടയുകയും ചെയ്യുന്നു. മാമ എർത്തിന്റെ എല്ലാ പ്രോഡക്റ്റും ആമസോൺ, നൈക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ ആൻഡ് മാമ എർത്ത് വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ലക്കി 2025 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫ് കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ഇത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. എനിക്ക് നിങ്ങളോട് വിശ്വസിച്ച് നമുക്കിത് യൂസ് ചെയ്യാം. എനിക്കിത് വിശ്വസിച്ച് നിങ്ങളോട് ഷെയറിങ് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കാരും തന്നെ മിസ് ചെയ്യരുത്. ഇപ്പോഴാണെങ്കിൽ 11 മണിയായി. ഇനി പെട്ടെന്ന് തന്നെ പോകണം, റെഡിയായി പോകണം. ഭയങ്കര വെയിലും മോൾ എന്തെന്ന് പറയുന്നേ. നമ്മളിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോന്നു. ഇന്ന് കാണാം രാത്രിയുള്ള ബഹളം. വാമ്മ, ജയദേവ് പറഞ്ഞതിന് ശേഷം കൊച്ചിനെ വെച്ചുകൊണ്ട് ഫ്രണ്ടിലിരിക്കും ഒരു പേടി.
ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത് 1.5 മാസത്തെ ഇഞ്ചക്ഷൻ. ലക്കിക്കുട്ടന് 1.5 മാസത്തെ ഇഞ്ചക്ഷൻ അവിടെ നിന്നായിരുന്നു എടുത്തത്. അങ്ങനെ അവന് വലിയ കുഴപ്പമില്ലായിരുന്നു. പനിയൊന്നും വന്നില്ല. രാത്രിയൊന്നും അധികം ഒരു കരച്ചിലും ബഹളമൊന്നും കുറവായിരുന്നു. ഇനിയിപ്പോ കാണാൻ പൂരപ്പ ഇവളുടെ കാര്യം എങ്ങനെയെന്ന് അറിഞ്ഞു. വെള്ളറുടെ ബസ് സ്റ്റാൻഡ്. വെള്ളർക്ക് ആനപ്പാറ എന്ന് പറയുമ്പോൾ എവിടെയെന്ന് സംശയമായിരിക്കും. വെള്ളറുടെ കഴിഞ്ഞിട്ടാണ് ആനപ്പാറ. ഇല്ല, ആനപ്പാറ എന്നേക്കും വിചാരിക്കും വല്ല മലയൊന്നും അല്ല വിചാരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം വെള്ളറുടേക്ക് അപ്പുറം വെള്ളറുടെ എല്ലാവരും ആനപ്പാറ ചന്ത ഇങ്ങനെ കാണുവാന്തോ തിരിച്ചു വരുമ്പോൾ. അയ്യോ ഇതൊക്കെ നമ്മളുടെ കുരിശുമലയിൽ പോകുന്ന ഒരു റൂട്ട് തന്നെയാണ്. കുരിശുമല കാണിച്ചു കൊടുക്കട്ടെ. അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കുരിശുമലയിൽ എന്തോ ഒരു മല കാണുന്നല്ലേ ഡേച്ചു? ആ കുരിശുമലയുടെ ഓപ്പോസിറ്റ് ആനപ്പാറ ഹോസ്പിറ്റലെത്തി. നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. മുകളിലാണോ എന്തോ? നമുക്കിവിടെ താഴെ പോകും, അങ്ങ് പോകും. അങ്ങ് മുകളില് കുഞ്ഞുങ്ങളുടെ കാണിക്കുന്നത്. നേരെ പോയാൽ നിങ്ങളെ ആശുപത്രി പരിസരങ്ങളൊന്നും കണ്ടിട്ട് പേടിക്കത് വേണ്ട. ഗവൺമെന്റ് ഹോസ്പിറ്റല് അപ്പൊ പണി നടക്കണോണ്ടാണ്. ഇതൊക്കെ ഇത് പണി നടന്നിട്ടോ തൂത്തിട്ടൂടെ? പ്രവർത്തകർ ഒരുപാട് പേര് ഇഞ്ചക്ഷൻ കിട്ടുന്നു. കരിയൊന്നും വരച്ചു കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടിട്ടല്ല. ഇപ്പം ഡോക്ടേഴ്സ് പറയും കരിയൊന്നും വരച്ചു കൊടുക്കരുത്, ഇൻഫെക്ഷനൊക്കെ വരും, കെമിക്കൽസൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് കരിയൊന്നും വരച്ചു കൊടുക്കാത്തത്. ഇടയ്ക്ക് ഞാൻ നൂലുകെട്ടിനും പിന്നെ ഒരു ദിവസവും വരച്ചു കൊടുത്ത്. ഇനി ഓർഗാനിക്കായിട്ടുള്ള കരിയൊക്കെ വാങ്ങി വരച്ചു കൊടുക്കണം. എന്തായാലും വരച്ചു കൊടുത്താലേ പുരുകൊക്കെ വെളുക്കുള്ളൂ. പുരുക ഇല്ല ഇതൊക്കെ. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പാലൊക്കെ കുടിച്ചിട്ട് നല്ല കിട്ടി. ഒരു കാലില് ഒരു കയ്യില് 2 കാലില് കിട്ടിയില്ലേ? രണ്ട് കാലില് ഒരു കയ്യില്. ഓ കരഞ്ഞു. കരഞ്ഞിരുന്നോണ്ട് വലിയ സീനില്ലാതിരുന്നു. പാവം അത്രയും ഒരു സൂചി മൊത്തം കുത്തി ഇറക്കിയല്ലേ. അവയുടെ കുത്തിവയ്പ്പൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിലോട്ട് പോകണം. അപ്പുറത്ത് ഫോണ് നീക്കാൻ അടുത്തിന് എന്ന് തീർന്നോ? മറ്റേ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ളതുകൊണ്ട് 2 എണ്ണം മതി. 2 എണ്ണം എടുത്താൽ 5 മാസമല്ലേ ആയുള്ളൂ. പിന്നെ നമ്മുടെ അനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു.
അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ അങ്ങ് കയറി. ഇഷ്ടമായിട്ട് തോന്നുന്നത് ഇതും തോന്നുന്നു. ഇത് മതിയല്ല, അമ്മയ്ക്ക് ഇത് മതിയല്ല, അമ്മക്കിത് മതിയാണോ? അങ്ങനല്ലേ ഇഷ്ടം. പക്ഷേ ഒന്നും ചെയ്യില്ല. ആ ഒന്നും ചെയ്യില്ല. ഈ കളർ ഉണ്ടെന്നോ ഇതിന്റെ അല്ലേ ഇതാ ഇത്. അപ്പൊക്കെ വേണമെന്ന് ഇംഗ്ലീഷ് എടുത്തൊക്കെ പോലോ. അമ്മ മീന് വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ നമ്മള് ഇറങ്ങിയില്ല, അതിന് മുമ്പ് കൈ കാട്ടി വിളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഗ്ലാസ് നോക്കുമ്പോൾ ഒരു കാല് നല്ല പെയിൻ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, പാവേനെ കിടത്തി. ഇനി നമുക്ക് വിശക്കുന്നു. സാധാരണ ഞാനും അമ്മയും കിച്ചും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. ജ്യൂസോ അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ പെറോട്ട ഇറച്ചി അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ കഴിക്കും. ഉച്ച സമയം കൂടെ അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഇറങ്ങിയില്ല. ഇവക്ക് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേറെ ഇൻഫെക്ഷനൊന്നും വരാൻ പാടില്ല. അപ്പം സോ നമ്മളങ്ങനെ നേരെ വീട്ടിലോട്ട് വന്ന് മീനും വാങ്ങിക്കൊണ്ട് വന്ന് ഇനി മീനൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം അതിന് മുന്നേ രാവിലെ അപ്പമായിരുന്നു. അപ്പം അപ്പം കൂടെ 2 എണ്ണം എടുത്ത് ഞാൻ കഴിക്കും. ഇന്ന് എൻ്റെ വെയിറ്റ് നോക്കി. എൻ്റെ വെയിറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നില്ല നിങ്ങളുടെ അടുത്ത്. പക്ഷേ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ അത് കിച്ചു കണ്ട്. അപ്പോൾ കിച്ചുവിന് അതിശയം ഇത്രയൊക്കെ ആയാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ മിഷ്യൻ എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു. എന്നിട്ട് അമ്മയെ കയറ്റി നോക്കി. അപ്പം അമ്മയ്ക്ക് എപ്പോഴുള്ള വെയിറ്റ് തന്നെയായിരുന്നു അതിൽ. എന്നിട്ട് ഇവൻ എന്നെ വീണ്ടും കയറ്റി നോക്കി. അപ്പോഴെന്നിട്ട് ഇവൻ അയ്യോ ഇത്രയൊക്കെ ആയാ എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ. എന്നിട്ട് എൻ്റെ അടുത്ത് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയുണ്ടാ ഇത്രയായാ എന്നൊക്കെ. ഞാൻ കടുവൊക്കെ ഒഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു. നമ്മളിങ്ങനെ കടുവൊക്കെ ഒഴിഞ്ഞിടും. കബ്ബറി ഇട്ട് കഴിഞ്ഞാലും ഇവൻ വരണ വഴിക്കും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെയൊന്നുമില്ല, അവൻ്റെ ഒരു സംശയം, അതുകൊണ്ടിട്ട് അവൻ അങ്ങനെ പറഞ്ഞതായിരിക്കാം. എങ്കിലും ചുമ്മാ നമ്മളൊരു അന്ധവിശ്വാസമൊക്കെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കടുവപ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിഞ്ഞൊക്കെ ഇടണം. കാന്താരി മുളകും പിന്നെ ഉപ്പ്, കടുക്, പിന്നെ ഉള്ളിയുടെ തോട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇട്ട് മീൻ വയ്ക്കുന്ന അടുപ്പിൽ അങ്ങിടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വേറെ ഒന്നുമില്ല. ഇനി കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു സഹോദരി ഉണ്ട്, മാമിയുണ്ട്. അപ്പോൾ മാമിയാണ് നമുക്ക് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. എനിക്കും അമ്മയ്ക്കും കുറച്ച് ദിവസത്തേക്ക് ഇനി വലിയ ജോലിയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. എന്താ ഇവിടെ ഭയങ്കര വെട്ടം, എനിക്ക് വീഡിയോ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.